തെരഞ്ഞെടുപ്പിലും തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന ഒരു നേതാവാണ് ഐഷ പോറ്റി. പക്ഷേ ഐഷ പോറ്റി കുറച്ച് നാളുകളായി തന്നെ CPM നേതൃത്വവുമായി കലഹത്തിലാണ്. ആ പശ്ചാത്തലത്തിലാണോ കോൺഗ്രസ് വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറില്ലേ? ഈ ഐഷ പോറ്റിയുടെ കാര്യം നമ്മൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ കമൻറ്റുകളാണ് നോക്കിയത്. ആ കമൻറ്റുകളിൽ പറയുന്ന ചിലവരൊക്കെ ചോദിക്കും, ഇത് ആരാണ് ഈ ഐഷ പോറ്റി? അതിൽ തന്നെയുണ്ട് ആൻസർ ശ്രീത്തെ. കാരണം അവർ കൊട്ടാരക്കരയിലെ ഒരു അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ബാലകൃഷ്ണപിള്ള ഈസിക്കൽ ടു കൊട്ടാരക്കര എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഏകദേശം 2016. അത് അറിവില്ലായ്മയാണ്, ആണ് തുടക്കം സൂചിപ്പിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല കൊട്ടാരക്കരയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. CPM പാർട്ടിയിലാണെങ്കിൽ അവർ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം ബാലകൃഷ്ണപിള്ളയായിരുന്നു ഒരു കാലത്ത് കൊട്ടാരക്കര വാണിരുന്ന ഒരാൾ. അപ്പം ഗണപതി ക്ഷേത്രം, ഉണ്ണിയപ്പം, ഈ ആനവണ്ടി, ആന, പിന്നെ ബാലകൃഷ്ണപിള്ള, ഇങ്ങനെയായിരുന്നു കൊട്ടാരക്കരക്കാരുടെ ഒരു ആരാധന അത്രയ്ക്ക് ബാലകൃഷ്ണൻ. പക്ഷെ ആ ഒരു സന്ദർഭത്തിലാണ് 2016 ഏകദേശം 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ബാലകൃഷ്ണപിള്ളയെ തോപ്പിച്ചിട്ട് ഐഷ പോറ്റി MLA ആയത്. വീണ്ടും 2021 തുടരെ പിന്നീടാണ് ഇപ്പോൾ ബാലഗോപാൽ അവിടുത്തെ കൊട്ടാരക്കരയുടെ പിന്നീട് സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഐഷ പോറ്റിയെ പലർക്കും അറിയില്ല. CPM നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൂടിയാണ് ശൈലജ ടീച്ചറിനെ പറ്റി അറിയാം, വീണ ജോർജിനെ അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു MLA ഉണ്ട് കൊട്ടാരക്കരയിൽ, ഇങ്ങനെ ഒരു MLA ഉണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം? ആർക്കും അറിയില്ല. CPMന് ഒരു പ്രധാന നേതൃത്വ സ്ഥാനത്തിലേക്ക് വരാൻ കഴിവുള്ള നല്ലൊരു നേതാവ് തന്നെയാണ് ഐഷ പോറ്റി. പക്ഷേ അവരെ എന്തോ CPM അങ്ങ് ദുർബലമാക്കിയിട്ടതുപോലെ തന്നെ എനിക്ക് തോന്നി. ഞാനൊരു കൊട്ടാരക്കരക്കാരിയാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ. കണ്ടാൽ തന്നെ രാവിലെ ഒരു കുറിയൊക്കെ തൊട്ട് വളരെ ഐശ്വര്യത്തോടു കൂടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല മാന്യമായിട്ടുള്ള സ്വീകരണവും നിറചിരിയുമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലാണ് ഞാൻ പോയിട്ടുള്ളത്. മാത്രമല്ല ബാലകൃഷ്ണപിള്ള, സാധാരണ ബാലകൃഷ്ണപിള്ള നിൽക്കുന്ന ഒരു പട്ടിക സ്ഥാനാർത്ഥി ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പിന്നീട് അവിടെ ആരും ജയിക്കില്ല. പക്ഷെ അതിനിടയിലാണ് നിറഞ്ഞ പ്രചാരണത്തിൽ ഐഷ പോറ്റി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും പിന്നീട് അത് തുടർഭരണം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാവാൻ കാരണം അവർ എന്തൊക്കെയോ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ജനങ്ങളുടെ തോന്നലുള്ളത് കൊണ്ടാണല്ലോ, അല്ലാതെ CPM പാർട്ടി ഉള്ളത് കൊണ്ടല്ല. കൊട്ടാരക്കര ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് അവിടെ CPMനും കോൺഗ്രസിനും തുല്യ പ്രാധാന്യമാണുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി BJP അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും, വലിയൊരു മത്സരം തന്നെ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഐഷ പോറ്റി ഇപ്പോൾ പറയുന്ന അവരെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ഉമ്മൻചാണ്ടി അനുസ്മരണ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ക്ഷണിച്ചത്, അവർ പോകാനിരിക്കുന്നത്. അവർ പറഞ്ഞ അവരുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഭരണകാലത്ത് ഈ പറഞ്ഞ സഭയിൽ പരസ്പരം കാണുകയും അദ്ദേഹത്തിനോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഐഷ പോറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അവർ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ ഞാൻ അതിലേക്ക് പോകുന്നു എന്നുള്ളത് പൂർണ്ണമായും പറയുന്നില്ല. പക്ഷെ അതിൽ പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് CPM നേതൃത്വം, അത് ഞാൻ അവരെ അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിൽ ഒരു കമ്മിറ്റിയിലും ഇല്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷൻ, അവർ അഡ്വക്കേറ്റാണ്, ഞാൻ എൻ്റെ പ്രൊഫഷണൽ ജോലി നോക്കി ഞാൻ അങ്ങനെ പോകുന്നു, രാഷ്ട്രീയപരമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് CPMൻ്റെ പല ഇത്തരത്തിലുള്ള മീറ്റിങ്ങിലൊന്നും നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഐഷ പോറ്റി പറഞ്ഞൊരു കാര്യമുണ്ടായി, എന്നെ വിളിച്ചാലല്ല ഞാൻ പോകാൻ പറ്റൂ, എൻ്റെ സ്ഥാനം എന്താണ്? ഈ ഇല്ല പറഞ്ഞ സദ്യ കഴിക്കാൻ പോകണമെങ്കിൽ ക്ഷണിക്കാതെ ചെല്ലുന്ന സദ്യ ഉണ്ടെന്നത് ശരിയാണോ? അപ്പൊ എൻ്റെ സ്ഥാനം എന്താണ്? നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഞാൻ ഈ രണ്ടാമത്തെ ഭരണം കൊണ്ട് വലിയ തിരിച്ചടിയാണ്. ഈ കൊല്ലം ജില്ലയിൽ ഐഷ പോറ്റി ആണെങ്കിൽ പാലക്കാട് ജില്ലയിൽ കാണുന്നത് PK ശശിയാണ്. പിന്നീട് CPI-യുമായി ബന്ധപ്പെട്ട് മറ്റൊരു നാട്ടിക MLA ആയ മുകുന്ദന്റെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളിലും ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിയെ വലിയ രീതിയിൽ അല്ല, ഇവരെയൊക്കെ ഒരു CPMന്റെ ഒരു പ്രധാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ്. ഇപ്പൊ ഐഷ പോറ്റിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ കഴിവുള്ളന്നേ. അവരെയൊക്കെ ഇപ്പൊ ഇത്രയും വർഷങ്ങളായി 3 തവണ അവർ അവിടെ ജയിക്കുകയാണ്. അത് ഉയർന്ന ഭൂരിപക്ഷത്തോടാണ് ജയിച്ചത്. എന്നാൽ ബാലഗോപാൽ വെറും 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതിന്റെ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി അവിടെ ജയിച്ചിട്ടുള്ളത്. അത് ഓരോ തവണയും
വോട്ട് വർധന. അപ്പൊ അല്ല, ഇത്തരത്തിലുള്ള ഈ വിജയത്തിന് പിന്നാലെ തന്നെ ഒരു ചർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട്, ഈ ഐഷ പോറ്റി മന്ത്രിയാകുമെന്ന തരത്തിൽ. അതെ പക്ഷേ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മന്ത്രിയാകുമെന്ന്. പക്ഷേ എന്തോ CPM അവരെ അവഗണിക്കുന്നത് പോലെയാണ് തോന്നിയത്. പക്ഷെ അവർ ഇപ്പോൾ CPM-നെ അവഗണിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഇനി കോൺഗ്രസിലേക്ക് പോകുമോ, നാളെ മത്സരിക്കുമോ എന്നുള്ള രീതിയിൽ പറയുന്നത് സാധാരണ ഒരു CPM നേതാവാണെങ്കിൽ എന്താ പറയുന്നത്? അയ്യോ, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെ ഇല്ല, പോകില്ല എന്നോട് തീർത്തും പറയും. പക്ഷെ ഐഷ പോറ്റി ഇന്ന് പറഞ്ഞത്, ഇന്ന് ഞാനൊരു മാധ്യമത്തിൽ കണ്ടതാണ്, ഇന്ന് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. നിലവിൽ ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു CPM നേതാവാണെങ്കിൽ, അല്ലെ അതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇല്ല, നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ പോകുന്നത്, ഞാൻ എൻ്റെ പാർട്ടിക്കകത്ത് തന്നെ തീർത്തും പറയാം. പക്ഷെ അവിടെ തന്നെ ഐഷ പോറ്റിയുടെ ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടമുണ്ട്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന് ഒരു നല്ല കാലമാണ്. കാരണം കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി നിൽക്കുകയാണെങ്കിൽ അവർക്ക് പാർട്ടിക്ക് അതീതമായിട്ട് വോട്ട് ബാങ്ക് ഉണ്ട്. പാർട്ടിക്ക് അതീതമായിട്ട് അവരെ സ്നേഹിക്കുന്നവരുണ്ട്, അവരെ ബഹുമാനിക്കുന്നവരുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പാർട്ടിയുടെ പശ്ചാത്തലത്തിലല്ല. ഇനി ഇവരൊരു ഹിന്ദു രീതിയിലാണെങ്കിൽ ആ ഒരു മതവിശ്വാസികളുടെ വോട്ട് കൂടി ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവിടെയാണ് താമസിക്കുന്നത്. മാത്രമല്ല ക്ഷേത്രങ്ങളുമായിട്ടും മറ്റുള്ള ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഒരു ജാതി മത ഭേദമൊന്നും ഇല്ലാണ്ട് ഐഷ പോറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് അവരുടെ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആണ്. കേസുകളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പേരുടെ പ്രശ്നങ്ങളിൽ അവർ ഇടപെടുകയും അത് പരിഹരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഒരു കൊട്ടാരക്കരക്കാരുടെ ഇടയിൽ അവർക്കൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവർ ജയിക്കുവാണെങ്കിൽ അത് വിജയിക്കുക തന്നെ, കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ അവർ വിജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കാലത്ത് ബാലകൃഷ്ണ പിള്ളയുടെ കോട്ടയായിരുന്ന ആ കോട്ടയ്ക്കകത്ത് കയറി ജയിച്ച ഒരു നേതാവാണ് ഐഷ പോറ്റി. അത് വീറോടെ തന്നെയായിരുന്നു, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ 8 നിലയിൽ പൊട്ടുമെന്ന് പലരും പറഞ്ഞെടുത്താണ് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഐഷ പോറ്റി. ഒപ്പം തന്നെ അവിടെ ഒരു CPM വിരുദ്ധത ഉള്ളത് കൊണ്ട് തന്നെ മറുഭാഗത്തേക്ക് വോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ത്രികോണ മത്സരം വരും. മാത്രമല്ല BJP അവിടെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ABVP ഒക്കെ നന്നായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു BJP കോൺഗ്രസ് ഒരു മത്സരത്തിലേക്കായിരിക്കും അവിടെ പോകുന്നത്. CPM-ന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. CPM-ന്റെ കോട്ട തന്നെയാണ് കൊട്ടാരക്കര. പക്ഷെ വലിയ പ്രാധാന്യമില്ല, കാരണം ഒരു ജനവിരുദ്ധത, കാരണം അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് കൂടുതലും. അല്ല, അത് ഇപ്പോൾ CPM-ന്റെ ഒരു അജണ്ടയാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ വലിയ രീതിയിൽ ഉയർന്നു വന്നപ്പോൾ അവരെ ഒതുക്കുന്നത് നമ്മൾ നാളെ ഒരു സമയത്ത് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചർ എന്ന് അല്ല, പറയാം. പിന്നീട് അവരെ ഒതുക്കുന്നത് കണ്ട ആ രീതിയിൽ തന്നെയാണ് ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള ചർച്ച ചെയ്തു വന്ന ഒരു നേതാവായിരുന്നു ഐഷ പോറ്റി. അവരെയും ഒതുക്കുകയാണല്ലോ. ഒതുക്കിയെന്ന് തന്നെ പറയാം. ഈ ഐഷ പോറ്റി മന്ത്രിയാകും എന്ന് കൊട്ടാരക്കരക്കാർ വിശ്വസിച്ചിരുന്നതാണ്. 3 തവണയാണ് ജയിച്ചു വന്നത്. അപ്പം അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തന മികവും കാഴ്ചവെച്ചേനെ. പക്ഷെ അവരെ അതിലേക്കൊന്നും CPM കൊണ്ടുവന്നിട്ടില്ല, വളർത്തിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കുറെ പേര് കമന്റ് അടിച്ചു, 3 തവണയും ജയിച്ചതൊന്നും പോരെ, ഇനിയും ആക്രാന്തമല്ലേ, അവർക്ക് അധികാര കസേരയോടൊന്നും വലിയ അധിനിവേശമുള്ളവർ അവരെ പിടിച്ചു നിർത്തിയതാണ്. അവര് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം പിടിച്ചു നിർത്തിയതാണ്. കാരണം അവരുടെ ഫാമിലി ഫുള്ള് കോൺഗ്രസ് ഫാമിലിയാണ്, ഇവരാണ് CPM-ലോട്ട്. അപ്പൊ അവരെ മനഃപൂർവ്വം തന്നെ പിടിച്ചു നിർത്തി. അവർക്ക് അവരുടെ പ്രൊഫഷൻ അങ്ങനെ ഫാമിലി ഇങ്ങനെയൊക്കെ പോയിരുന്നതാണ്. പക്ഷെ അന്ന് CPM പാർട്ടി ഇത്തരത്തിൽ അവരെ പിടിച്ചു നിർത്തി. അവർക്ക് അങ്ങനെ അധികാരമോഹമുള്ള വ്യക്തിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തേണ്ടുന്നതായിരുന്നു. ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ അങ്ങനെ, പക്ഷെ കമ്മിറ്റി പോലും പോകാതെ ഇത്തരത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 3 തവണ MLA ആയ ഒരു വ്യക്തിയാണ് ഒരു ഫംഗ്ഷൻ ആവട്ടെ യാതൊന്നിലും പങ്കെടുപ്പിക്കുക. കൊട്ടാരക്കര എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് മറ്റേ IT പാർക്കിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം CPM-നുണ്ട്. CPM പാടെ അവഗണിച്ചു പോയി എന്നുള്ളതാണ് നമ്മൾക്ക് അതിൽ അറിയാൻ പറ്റുന്നത്. കാരണം ഐഷ പോറ്റിയുടെ പേര് ഇപ്പൊ കാണാനേ ഇല്ല. മുൻ MLA ആണ്. അപ്പോൾ പല ചടങ്ങുകളിലും CPM ക്ഷണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം CPM-നുണ്ടായിരുന്നു. അത് അവർ പരാജയപ്പെട്ടു. ആ പരാജയമാണ് ഇന്ന് ഐഷ പോറ്റിയിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അത് CPM വിരുദ്ധത തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ വിരുദ്ധ മനോഭാവങ്ങൾ, CPM-നോട് വിരോധമുള്ളവർ ഏറി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഐഷ പോറ്റിയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്.